കുട്ടിയിടത്തിയുടെ ശബ്ദം കേട്ട് കണ്ണു തുറക്കുമ്പോൾ ചെവിയിൽ നിന്നും ചോര ഇറ്റിറ്റു വീഴുന്നു. ചോര കണ്ട് അമ്പരെന്ന് ഞാൻ വിളിച്ചു. അയ്യോ അമ്മേ, ഓടി വരേ! തലയണയിൽ പിടയുന്ന തല അമർത്തി കിടക്കുന്നതിനിടയിൽ കുട്ടിയിടത്തി അരിശത്തോടെ എന്നെ നോക്കി. അമ്മയും വലിയമ്മയും ജാനുവിടത്തിയും ഓടി വന്നു. കുട്ടിയിടത്തി തല പൊക്കാതെ കിടന്നു. നിലത്തും കോളാമ്പിയിലും കട്ടിലിലും ചോരയാണ് ചോര. വലിയമ്മ ആവർത്തിച്ച് പറഞ്ഞു, കുരുത്തം കെട്ടവളെ. അമ്മ പ്രാർത്ഥിക്കുകയാണ്, ഗുരുവായൂരപ്പ. അമ്മ തുണി നനച്ച് ചെവിയിൽ അമർത്തി പിടിച്ചു. വലിയമ്മ മണ്ണാൻ നാണുവിന്റെ അടുത്തേക്ക് കറുപ്പനെ ഓടിച്ചു. മുറിമരുന്നിന് 7-8 ദിവസം വേണ്ടി വന്നു മുറിവുണങ്ങാൻ. മരുന്ന് അടർത്തി കഴുകുമ്പോഴാണ് ഞാൻ കണ്ടത്, മണി പോയിട്ടില്ല, അറ്റം തൂങ്ങി നിൽക്കുകയാണ്. കുട്ടേടത്തി കണ്ണാടി എടുത്തു നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. അടുത്ത നിമിഷം കണ്ണാടി ഒരു മൂലയിൽ വീണ് തകർന്നു. മടം പിടിച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ കണ്ടു, അവരുടെ കവിളിൽ കണ്ണീരൊഴുകുന്നു. കുട്ടേടത്തി ആരോടും മിണ്ടാതെയായി. എന്നോട് കൂടി അധികം സംസാരിക്കില്ല. ഉച്ചയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ എന്നെ വിളിക്കില്ല. ഞാൻ കൂടെ പുറപ്പെട്ടാൽ പറയും, നീ പോരണ്ട. എതിർക്കാൻ എനിക്ക് ധൈര്യമില്ല. ഒരു ദിവസം മേലെ കളമുറ്റത്ത് മാവിന്റെ ചുവട്ടിൽ മാങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കി ഞാൻ തിരിച്ചു പോരുകയായിരുന്നു. ഇടവഴിയിലേക്ക് ഇറങ്ങുമ്പോൾ പാമ്പിൻ കാവിന്റെ അപ്പുറത്ത് നിന്ന് കുട്ടേടത്തിയുടെ ചിരി കേൾക്കുന്നു. നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി.